Good morning, sir. Good morning, sir. Good morning, sir. Good morning, sir. Good morning. ആഹാ, വന്നുടനെ പണി തുടങ്ങി നസീറെ. പതപ്പിച്ചോ, നന്നായി പതപ്പിച്ചോ. എത്ര പതപ്പിച്ചാലും ഒരു ഗുണവുമില്ല. ഇതിവിടെ അങ്ങനെയാ പോയി, അത് നീ മറക്കണ്ട. എന്താ സാർ? എൻ്റെ പ്രേമം സാറേ, ഇതിത്തിരി കടുപ്പം തന്നെ. ജയിലിൽ പോലും ഇത്രയും സ്ട്രിക്റ്റ് കാണത്തില്ല. വല്ലാത്തൊരു മനുഷ്യൻ തന്നെ നമ്മുടെ സാർ. സ്മിതേ, കൊല്ലം 10-12 ഞാനിവിടെ. പുതിയതല്ലേ, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നണേ. നാട്ടു സ്നേഹം അല്ലേ മാത്യു സാറേ? അതെ പ്രേമ, ഞങ്ങള് നാട്ടുകാരാ. പിന്നെ നന്ദി വേണം, നന്ദി. കോശിച്ചായ, ഒരു കുഴപ്പമില്ലാതെ ഇന്നലെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയ ആളാ. രാത്രി ഒരാൾ വിളിച്ചു പറഞ്ഞു വൈകിട്ടത്തെ നടത്തത്തിനിടയിൽ ആൾ കുഴഞ്ഞു വീണു, ആശുപത്രിയിലായിരുന്നു. രാത്രി തന്നെ ഞങ്ങൾ അറിഞ്ഞു. അപ്പുറം ഇപ്പുറം ഫ്ലാറ്റിലുള്ളവരില്ലേ, എന്നും കാണുന്നവരാ. ഹാ, ഒക്കെ വിധി, അല്ലാതെ എന്ത് പറയാനാ. ശോശാമ്മേ, എല്ലാവർക്കും കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ? എന്താ പറയാന്ന് അറിയില്ല. ഈ കോവിഡ് വാക്സിൻ വന്നതിന് ശേഷം ഒരുപാട് മരണങ്ങൾ, അതും 40-നും 60-നും ഇടയ്ക്കുള്ള ജനങ്ങൾ. ആരൊക്കെ ജീവിച്ചിരിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അത് സത്യ രമേശേ. എന്തോ TTS സിൻഡ്രോം എന്നോ VITT എന്നോ പലരും പലതും പറയുന്നുണ്ട്. ആർക്കും ഒരു വ്യക്തതയില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്നവർ ആരൊക്കെ നാളെ കാണുമെന്ന് ആർക്കറിയാം? അല്ല, മക്കളൊക്കെ അറിയിച്ചോ? സാറിന് ഒരു മോനല്ലേ ഉള്ളൂ? ആ, ഒരു മോനങ്ങ് UK യിലാണ്. സാറിന്റെ ഭാര്യയും അങ്ങ് UK യിലാണ്. ഇവരറിയിച്ചിട്ടുണ്ട്. ഇന്നലത്തെ പോലെ ഞാൻ ഓർക്കുക, ജോൺ സാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് മോനെ പഠിപ്പിച്ച് UK യിൽ വിട്ടത്. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ ഭാര്യ അങ്ങോട്ട് പോയി. അവസാനമായപ്പോൾ ആ പെണ്ണുള്ളിലേക്ക് സാറിന് പെട്ടെന്ന് പോരായിരുന്നു. വിളിയില്ല, പറിച്ചിലും ഇല്ല. 5-6 വർഷമായിട്ട് സാർ ഇവിടെ ഒറ്റയ്ക്ക് തന്നെയാണ്. നിങ്ങളൊക്കെ ഒന്നിരിക്കും. എല്ലാം എനിക്കറിയാം. സാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പെങ്ങന്മാരൊക്കെ കല്യാണം കഴിച്ചു കിട്ടുമ്പോൾ സാറിൻ്റെ പ്രായം അങ്ങ് തെളിഞ്ഞു. ഒടുവിനൊരു സാധു വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കണ്ടെത്തി കല്യാണം കഴിച്ചു. ഇവർ ദുബായിൽ കൊണ്ടുപോകുന്നു. പിന്നെ മകനായി, മകനെ പഠിപ്പിച്ചു. പിന്നെ അവർക്ക് വേണ്ടിയാ സാറ് ജീവിച്ചു. പിന്നെ ഓഫീസിൽ മാത്രമാണ് സാർ ഇത്ര സ്ട്രിക്റ്റ് ഉള്ളോട്ടാ. കുടുംബത്തെ ഒരു നിലയിലാക്കുക എന്നതായിരുന്നു സാറിൻ്റെ ലക്ഷ്യം. അതിനാണ്. എടോ മാത്യു, എന്ത് നിലയ്ക്കാക്കിയെന്നാ താൻ പറയേണ്ടത്? ചെക്കൻ പഠിച്ച് UK യിൽ പോയി, അവൻ അവിടെ ജോലിയും കിട്ടി. എത്രയോ ദിവസത്തെ മൂലയിരുന്ന് ഒറ്റയ്ക്ക് കരയുന്ന ജോണിനെ ഞാൻ കണ്ടിട്ട് നിനക്കറിയോ? എന്താ ഇങ്ങനെ? ജോണിന്റെ ഭാര്യ ലിസി, അവൾ ഒരു ദിവസം പോലും അവനൊരു സമാധാനം കൊടുത്തിട്ടില്ല. മനസ്സിലായോ? വെട്ടം കണ്ട ഈയലിനെ പോലെ അവളങ്ങ് ആഘോഷിക്കുകയല്ലേ.
ചെക്കൻ്റെ കൂടെ അവളങ്ങ് പോയി UK. ശോശാമേ, നിനക്ക് ഓർമ്മയില്ലേ? ജോർഡൻ, ലിസി ഒന്ന് വിളിക്കും. വിളിക്ക്. വിഷമിക്കണ്ട ജോണേ, ലിസി എന്തെങ്കിലും തിരക്കിലായിരിക്കും. കുറച്ച് കഴിഞ്ഞ് വിളിക്കാലോ, കിട്ടും, കുഴപ്പമില്ല. ഉടുതുണിക്കും മറുതുണിയിലാണ്ട് വന്നോടെ ഇവിടെ വന്ന് കാണാത്ത കണ്ടപ്പോൾ അവളുടെ പയ്യൊക്കെ അങ്ങോട്ട് മാറി. സൊസൈറ്റിയിൽ എഴുന്നേറ്റ് അവളുടെ വിചാരം. സോഷ്യൽ മീഡിയയിലൊക്കെ അവൾ കയ്യില്ലാത്ത ഉടുപ്പും കുട്ടി നിക്കറും ഇട്ടിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടണമെന്ന് പിള്ളേരൊക്കെ ഇവിടെ പറയണ കേട്ടു. എന്ത് പറയാനാ, ജോൺസാർ ഇവിടെ എന്നും ഉറ്റയ്ക്കാം. അതിപ്പം മക്കളെ നല്ല നിലയിലെത്തിക്കേണ്ടത് ഓരോ അച്ഛൻ്റെയും കടമയല്ലേ? കടമ. വയസ്സുകാലത്ത് ഭാര്യ മക്കൾ കൂടെ വേണമെന്ന ഏതൊരാളും ആഗ്രഹിക്കുന്നത്. ഒറ്റപ്പെടലിന്റെ വിഷമം അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവൂ. വയസ്സായാൽ, രോഗിയായാൽ, ഒന്ന് കിടന്നുപോയാൽ ഒരിറ്റു വെള്ളം ചൂടാക്കി തരാൻ ആരെ ഉണ്ടാകും? ഭാര്യ മക്കൾ ആരും കാണില്ല. ചെറുപ്പവും ഉശിരും ഒക്കെ ഉള്ളപ്പം എല്ലാവരും കാണും. നസീറ്, എന്തിനാ കരയണേ? എല്ലാവർക്കും വിഷമമുണ്ട്. എടോ, തന്നോട് എത്ര വട്ടം പറഞ്ഞു ഇവിടെ വാക്കൻസി ഇല്ലാന്ന്. എന്തിനാ വീണ്ടും വീണ്ടും തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഇല്ലാത്തത് കൊണ്ടല്ലേ? അങ്ങനെ പറയല്ലേ സാർ, നടന്ന് തളർന്നു സാർ. ആരും ഒരു ജോലി തരുന്നില്ല. ശരിയാണ്, ഇവിടെ വേക്കൻസി ഉണ്ടെങ്കിലേ തരാൻ സാധിക്കൂ. ഇല്ലാത്ത വേക്കൻസി മാനത്തുനിന്ന് പൊട്ടിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? പറയുന്നത് മനസ്സിലാണ്. റൂമിൻ്റെ വാടക കൊടുത്തിട്ടില്ല. ഇതിപ്പോൾ എൻ്റെ 3ാമത്തെ വിസിറ്റിംഗ്സിൽ, അതും കഴിയാറായി. MD ഞാനൊന്ന് കണ്ടോട്ടെ സാർ, പ്ലീസ്. MD ഒന്നും ഇപ്പോൾ കണ്ടിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞ കേൾക്ക്, ചെല്ല് പ്ലീസ്. അങ്ങനെ പറയല്ലേ സാർ, നടന്ന് MD ഞാനൊന്ന് കണ്ടോട്ടെ സാർ, പ്ലീസ്. സാർ. ആ മാത്യു, ആ പയ്യനെ ഇങ്ങനെ പറഞ്ഞോട് കേട്ടോ. ഓക്കെ സാർ, ഞാൻ പറഞ്ഞുവിടാം. എനിക്ക് തന്നെ ജോലിയില്ല, അപ്പോഴാ നീ. ചെല്ല് ചെന്ന് കയറിക്കൊടു. എനിക്ക് മടുത്ത സാർ. എല്ലാവർക്കും ഭാഷ അറിയാവുന്നവരെ മതി, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടോയെന്നാണ് ചോദിക്കുന്നത്. നാട്ടിൽ മലയാളം മാത്രം പറഞ്ഞിരുന്ന ഞങ്ങൾക്ക് എങ്ങനെ ഹിന്ദി അറബിയൊക്കെ പറയാൻ കഴിയും? എനിക്ക് വേറെ മാർഗ്ഗമില്ല സാർ. എനിക്കൊരു ജോലി, കിടപ്പ് രോഗിയായ എൻ്റെ ഉമ്മാൻ്റെ മരുന്നുള്ള കാശെങ്കിൽ ഞാൻ ഉണ്ടാകണ്ട സാർ, പ്ലീസ്.
ഹലോ മാത്യൂസേ ആ ഇത് ഞാനാ ലിസി റിലീസായോ ഇല്ല മേഡം. സി മാത്യു ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. കൊച്ചുമൊക്കെക്കാണെങ്കിൽ എക്സാമാണ്. പിന്നെ ജോസ് മോനും ലീവും കിട്ടില്ല. അതൊക്കെ അവൻ്റെ പ്രൊമോഷനെ ബാധിക്കും. ആ എന്നാ മേഡത്തിന് നമ്മൾ ഒന്ന് കണ്ടുകൂടെ? ഓ എന്നത്തിന് ഞാൻ അങ്ങോട്ട് വരുന്നില്ല. വെറുതെ എയർ ടിക്കറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെയുള്ള യാത്രാ ചിലവും എന്തിനാ വെറുതെ കുറച്ച് പൗണ്ട് പാഴി കളയുന്നത്? മേഡം എങ്കിലും എടോ താൻ എവിടെ വല്ല ഈവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിച്ചാൽ മതി. അവന്മാർ ബോഡി അടക്കം ചെയ്തോളൂ. അതിനുള്ള ക്യാഷ് അവിടെ കാണുമല്ലോ. പിന്നെ പവർ ഓഫ് അറ്റോർണിയും മോന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസും ഞാൻ അയച്ചു തരാം. കമ്പനി വിറ്റ് ആ തുക അക്കൗണ്ടിൽ അയച്ചേക്കും. മേഡം എന്താണ് മാഡം വെച്ചിട്ട് പോടോ. മാത്യു, അവൾ അങ്ങനെ പറയും. ഞാൻ ജോണിനെ കുറ്റപ്പെടുത്തുകയല്ല. വീണ്ടും വിചാരമില്ലാതെ ഭാര്യ മക്കൾ സൂയിക്കട്ടെ എന്ന് പറഞ്ഞ് വിദേശത്തയക്കുന്ന എല്ലാവനും പറ്റുന്നത് ഇതൊക്കെ തന്നെയാണ്. അന്നവരെ തന്നോടൊപ്പം ചേർത്ത് പിടിച്ച് കൂടെ നിർത്താൻ അവന് തോന്നിയില്ല. വിധി അവനും വരച്ചു വയ്ക്കുന്ന വിധി. നാളെയെക്കുറിച്ച് നമ്മൾ ഇന്നേ ചിന്തിക്കണം. അവസാന നാളുകളിൽ താങ്ങായി തണലായി കൂടെയുണ്ടാവേണ്ട ഉടയവർ കാറ്റിലും മഴയിലും പൊഴിയുന്ന മാമ്പൂ പോലെ ആകാതിരിക്കാൻ ഒരു മുൻകരുതൽ നമുക്ക് വേണം.